കഴിഞ്ഞ 2 ദിവസമായിട്ട് പ്രവാസികൾ കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ 300% പെനാൽറ്റി അടക്കേണ്ടി വരുമെന്നുള്ളത്. അപ്പോൾ അതിന്റെ ചെറിയൊരു ക്ലാരിഫിക്കേഷനാണ് ഞാൻ തരുന്നത്. തൊട്ടടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. 2015 മുതലേ ഈ ഒരു നിയമമുണ്ട്. ബ്ലാക്ക് മണിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അപ്പം നമ്മുടെ ഇൻകം ടാക്സ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളെ ഇന്ത്യക്കാരായ ആൾക്കാർ വിദേശ രാജ്യങ്ങളൊക്കെ പോയി ജോലിയോ ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഫോറിൻ അസറ്റ്സിനെ കുറിച്ചും ഫോറിൻ ഇൻകത്തിനെ കുറിച്ചും ഒരു ഡിസ്ക്ലോഷർ നടത്തണം. അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് സംഭവം ഉണ്ടായിരുന്നു. അഥവാ അത് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ബ്ലാക്ക് മണി എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് വരികയും അതിന്റെ ഒരു പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ അടക്കുന്നുള്ളതാണ്. ഇപ്പം പറഞ്ഞിരിക്കുന്നത് നെഡ്ജ് എന്ന് പറയുന്ന ഒരു സ്കീമുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്തെ ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും തമ്മിൽ ഓട്ടോമാറ്റിക് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ രാജ്യത്തെ നിങ്ങളുടെ പല ഇടപാടുകളെ കുറിച്ചും ഇന്ത്യ രാജ്യത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, കൈമാറിയിട്ടുണ്ട്. അതിൽ നിന്ന് അവരുടെ ഡാറ്റാസ് അനലൈസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് 25,000-ഓളം ആൾക്കാരെ അവർ പിക്ക് ചെയ്യുകയും അവർക്കാണ് ഇപ്പം മെസ്സേജും ഇമെയിലും ഒക്കെ പോയിട്ടുണ്ടാവുക. അപ്പോൾ അവരോട് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഫോറിൻ അസറ്റ്സിനെ കുറിച്ചും ഫോറിൻ ഇൻകത്തിനെ കുറിച്ചും അവിടുന്ന് കിട്ടുന്ന ഇൻകത്തിനെ കുറിച്ചൊക്കെ ഒന്ന് ഡിസ്ക്ലോസ് ചെയ്യണം. അത് ഡിസംബർ 31 മുമ്പ് ചെയ്യണമെന്നാണ്. അഥവാ അത് ചെയ്തിട്ടില്ലെങ്കിൽ ആ പറഞ്ഞ ആക്ട് പ്രകാരം അതിന് 10 ലക്ഷം മുതൽ മോൾപോട്ടുള്ള പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാന്നുള്ള ഒരു വകുപ്പും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളവിടെ ഇപ്പം സാധാരണഗതിയിൽ ഇവിടെ തന്നെ ഒരുപാട് ആൾക്കാർ പണം കൊണ്ടുപോയിട്ട് ദുബായ് പോലെയുള്ള സ്ഥലങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെയുള്ള ബാങ്ക് ഇടപാടുകൾ, മറ്റുള്ള കാര്യങ്ങൾ, ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഡാറ്റ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഇന്ത്യ രാജ്യത്തേക്ക് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ ഇന്ത്യ രാജ്യത്ത് നിന്ന് ആ രാജ്യത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പല ഇടപാടുകളെ കുറിച്ചും ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്ന ഒരു ക്യാമ്പയിനാണ് ഇത്. ഓൾറെഡി ഫസ്റ്റ് ഫേസ് കഴിഞ്ഞതാണ്. ഇത് 2ാമത്തെ തവണയാണ് ചെയ്യുന്നത്. അപ്പം ടാക്സ് കംപ്ലയൻസ് കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് എടുക്കുന്ന ഒരു ഇനീഷ്യേറ്റീവാണ് ഇത്. ഇന്ത്യ ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ നടക്കാത്തത് കൊണ്ട് മറ്റുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ടാണ് ഇതിനെ കാണേണ്ടത്. അപ്പം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തൊട്ടടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യുന്നതാണ്, എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്.